ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്വപ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ നൂഡിൽസാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന റെസിപ്പി. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റിയായ ഒരു റെസിപ്പിയാണ്. അടുത്തതായി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം ഫ്രൈ ആയി വരികയാണ്. ഇപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം എഗ്ഗ്. അതിനുശേഷം നൂഡിൽസ് റെഡിയാക്കുന്നതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതോടി ചേർത്ത് കൊടുക്കാം. സവാള വഴണ്ടി വരുമ്പോഴേക്കും ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1/4 കപ്പ് ക്യാരറ്റാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞത് 1/4 കപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ക്രാമ്പിൾഡ് എഗ്ഗ് കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർക്കാം. അതുപോലെ നൂഡിൽസിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് കൂടി ചേർത്ത് കൊടുക്കാം.
റെഡ് ചില്ലി സോസ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യാം. അതുപോലെ വിനേഗർ കൂടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പി കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. കാരണം ഇത് ഒട്ടും തന്നെ സ്പൈസി അല്ല, വളരെ ടേസ്റ്റിയുമാണ്. അതുകൊണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കുട്ടികൾക്കായിട്ട് ഈ റെസിപ്പി ചെയ്ത് കൊടുക്കുക. അവസാനമായി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓനിയൻ കൂടി ചേർക്കാം. അതിനുശേഷം ഒന്നുകൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.